പറ. അഭിയേട്ടൻ ജയിക്കും, എന്തായാലും വിജയിക്കും, ഉറപ്പാണത്. ആളുകളൊക്കെ വളരെ പ്രതീക്ഷയിലാണ്. വിജയം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അഭിജിത്ത് ഇവിടെ ജയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വാണിമേൽ പഞ്ചായത്തിൽ ഒരു 3000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അഭിജിത്തിനുണ്ടാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വിജയിക്കും തന്നെ പ്രതീക്ഷ തന്നെ എല്ലാവർക്കും ഉള്ളത്. കോടിയൂറയിലെ കുടുംബസംഗമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നിരവധി പൗരാവലിയാണ് ഈ ഒരു കുടുംബസംഗമത്തിൽ പങ്കുചേരുവാനും അതുപോലെ KM അഭിജിത്തിന് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുവാനും എത്തിയിരിക്കുന്നത്. നാദാപുരം നിയോജക മണ്ഡലത്തെ കേന്ദ്രീകരിച്ചുള്ള വോട്ടെടുപ്പിൽ നിരവധി ആളുകളാണ് വോട്ടഭ്യർത്ഥനയുമായി എത്തിയിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വണ്ടിയുമായി ഈ വാഹനത്തിൽ ഇങ്ങനെ അനൗൺസുമായി പോകുമ്പോൾ അനൗൺസിനിടക്ക് ചില പാട്ടുകൾ വരും. അപ്പൊ നമ്മൾ സ്റ്റുഡിയോ അനൗൺസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആസ്വാദനത്തിന് വേണ്ടി നമ്മൾ ഇടയ്ക്കൊരു പാട്ടിടും. അപ്പൊ ഞങ്ങളുടെ വണ്ടിയിൽ ഒരു പാട്ടിട്ടു. ആ പാട്ട് മറ്റൊന്നുമല്ല, നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെയുള്ള നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വൈറലായ പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ധനമൂറ്റിയേ, സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണ് അയ്യപ്പ. ആ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ 100-നും 110 സീറ്റും ഇടയ്ക്ക് ഇത്തവണ UDF നേടും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അത് കാരണം ചില ചാനലുകാരൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട്. ചില ഇതുകൂടി പറഞ്ഞു നിർത്തുകയാണ്. ചില സർവേക്കാരൊക്കെ എന്താ അവര് പറയും UDF LDF-ന് ചെറിയ മുൻതൂക്കം, 85 LDF-ന് കിട്ടുന്നൊക്കെ. അപ്പൊ നമ്മളിങ്ങനെ ബേജാറാവും. അത് മഹാകളവാണ്. കാരണം എന്താ, ഇവിടെ വോട്ട് പോലും എന്നൊരു ഈ സംഭവത്തിന് നേരത്തെ നമുക്ക് ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കുമ്പോ ചില ചാനലുകാർ, ഏകദേശം ചാനലുകാർ അവരൊക്കെ തന്നെ പറഞ്ഞ എന്താ, നമ്മുടെ ഷാഫിക്കെതിരെ മത്സരിക്കുന്ന ടീച്ചർക്ക് 55% വോട്ട്, ഷാഫിക്ക് 32% എന്നൊക്കെയാ പറഞ്ഞത്. എത്രക്കാ ഷാഫി ജയിച്ചത്? 1,10,000 വോട്ടിന് എന്ന് പറഞ്ഞ ചാനലിന്റെ കാര്യമൊക്കെ എത്രയുള്ളൂ. അതുകൊണ്ട് പൈസ കൊടുത്ത് ഇങ്ങനെ പറയിപ്പിക്കാൻ, ആളുകളുടെ മനോവീര്യം തകർക്കാൻ, ആളുകളുടെ വോട്ടർമാരുടെ മനോവീര്യം നശിപ്പിക്കാൻ പണം കൊടുത്തുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ ചാനലുകളെയും പത്രക്കാരെയും വിലക്കെടുത്തുകൊണ്ട് ഞങ്ങൾ ജയിക്കുമെന്ന് ഇപ്പൊ ഇങ്ങനെ മെല്ലെ മെല്ലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാലത്തും ജയിക്കൂല. നമുക്കിടയിൽ ഈ വർഗീയത ഇങ്ങനെ വിദ്വേഷം ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ആളുകള് എത്രമാത്രം മൃഗീയമായ ചിന്താഗതിയുള്ള ആളുകളാണെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു പോവാം. കാരണം എത്ര സൗഹാർദ്ദപരമായിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഞാൻ ചോദിക്കുകയാണ്, ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഓരോ സഹോദരിമാരും സഹോദരങ്ങളും ഒക്കെ തന്നെ ഈ ഇലക്ഷൻ അല്ലാതെ തന്നെ ഒരു നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിച്ച് ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലും ആത്മാർത്ഥമായ പ്രവർത്തനം നടത്തിയിട്ടും നമ്മളെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ റിസൾട്ട് വരുമ്പം പുറമേരി പഞ്ചായത്തിൽ ഞാനും ഉണ്ടായിരുന്നു. നമ്മള് ബ്ലോക്ക് പിടിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളും, വാണിമേൽ പഞ്ചായത്ത് കയ്യിൽ നിന്ന് പോവില്ല എന്നുള്ള പ്രതീക്ഷയിൽ പ്രദേശവാസികളും ഉണ്ടായപ്പോൾ നമ്മളെ ആകെ തകർത്ത് കളഞ്ഞു. അതും വളരെ മൈന്യൂട്ടായിട്ടുള്ള ആ തകർച്ച നമുക്കുണ്ടായ വിഷമം എന്ന് പറയുന്നത് വലുതായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫൈനൽ ടെസ്റ്റാണ് നമുക്ക് മുമ്പിൽ ഇപ്പം വന്നിരിക്കുന്നത്. ഒരു ചെറിയൊരു സൂചന അല്ലെ, ഒരു ഹിന്റ് നമുക്ക് നൽകിയതാണ്. നമ്മളൊന്ന് ഓർമ്മിപ്പിക്കും. വലിയ ആപത്ത് വരുമ്പോൾ ചെറിയൊരു ആപത്ത് നൽകിയിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കും. ഇനിയുള്ള ആപത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കണമെങ്കിൽ കഠിന ശ്രമം നമുക്ക് മുമ്പിൽ അനിവാര്യമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണത്. ആ അനിവാര്യതയുടെ പ്രത്യേകതകളും നിലവിലെ ദുരവസ്ഥയെ കുറിച്ചിട്ടും കൃത്യമായി ഇവിടെയുള്ള നേതൃത്വങ്ങൾ ഓരോരുത്തരും സംസാരിച്ചിട്ടുണ്ടാവും. ഇവിടെ എത്തിച്ചേർന്നപ്പോൾ കാണാൻ സാധിച്ചത് നിരവധി സ്ത്രീകൾ വളരെ നേരത്തെ തന്നെ ഈ ഒരു കുടുംബസംഗമത്തിന് പങ്കാളികളാകുവാനാണ്. എങ്ങനെയുണ്ട് ഈ ഒരു കുടുംബസംഗമൊക്കെ കേട്ടപ്പോൾ ഒരു പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്, എന്തായാലും ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. നേരത്തെ നേതാക്കന്മാർ പറഞ്ഞതുപോലെ തന്നെ വൻ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ KM അഭിജിത്തിനെ വിചാരിക്കുന്നത് എന്തായാലും വിജയിക്കും, ഉറപ്പാണത്. ഷാഫി പറമ്പിൽ ഉണ്ടാക്കിയതുപോലെ ഒരു വലിയൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നാണോ വിചാരിക്കുന്നത്? ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് ഇവിടുത്തെ മുൻ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ഫാത്തിമ കണ്ടിയിലുണ്ട്, അവരോട് ചോദിക്കാം. എങ്ങനെയുണ്ട് ഈ തവണത്തെ ഒരു ഇലക്ഷൻ്റെ ഒരു മുന്നൊരുക്കങ്ങൾ? ഇലക്ഷൻ്റെ മുന്നൊരുക്കം എന്ന് പറയുന്നത് എല്ലാം കണ്ടപ്പോൾ അഭിജിത്ത് നല്ല വൻ ഭൂരിപക്ഷത്തോടെ തന്നെ വിജയിക്കും തന്നെയാണ് പറയുന്നത്. എല്ലാവർക്കും ഈ ഒരു ഭരണം മടുത്തിട്ടാണ് ഉള്ളത്. ഈ ദുർഭരണം മാറി വരട്ടെയാണ് എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. ഒരുപാട് ആളുകൾക്ക് വളരെയധികം ഒരു ആശയക്കുഴപ്പമുണ്ട് എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടതിന്. അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ സാധിച്ചോ? അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഇവിടെ വന്ന നേതാക്കളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് തപാൽ വോട്ടുകളും അതുപോലെ തന്നെ വീടുകളിൽ പ്രായമായ ആളുകൾക്കൊക്കെ വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും വന്നോ? ഇല്ല, അതൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. വളരെ സുഗമമായിട്ട് തന്നെ പോയിട്ടുണ്ട്. വീടുകളായിട്ട് ഒരുപാട് തരത്തിൽ ഈ 10-20 ദിവസങ്ങളായിട്ട് ഒരുപാട് കുടുംബസംഗമങ്ങളൊക്കെ നടത്തി. ആളുകളുടെ ഒരു മറുപടി പ്രതികരണം എങ്ങനെ? നല്ലൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നു ജനങ്ങളെ. സാധാരണ കുടുംബസംഘം വിളിച്ചു ചേർക്കുന്ന സമയത്ത് ഇങ്ങനെ ആളുകൾ ഉണ്ടായിരുന്നില്ല. ഈ വാണിമേൽ പഞ്ചായത്തിൽ ഏത് ഭാഗങ്ങളിൽ കുടുംബസംഘം വിളിച്ചു ചേർക്കുമ്പോൾ നല്ലൊരു ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. സ്ത്രീകൾ പൊതുവെ എല്ലാവരും. കൊടിയൂറ സ്വദേശിയും മുൻ പഞ്ചായത്ത് മെമ്പറുമായ റാനിയ PP നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ? വളരെ നല്ല രീതിയിൽ പോകുന്നു. ആളുകളൊക്കെ വളരെ പ്രതീക്ഷയിലാണ്. വിജയം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാം നല്ല ഒരു നാളെ. പ്രാദേശിക നേതൃത്വങ്ങളുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് ഇലക്ഷനെ സ്വാധീനിക്കുന്നത്? സപ്പോർട്ട് വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. വ്യക്തമായി പറയാൻ ഞാൻ അത്രയും ഗാഢമായ അറിവില്ല. എന്നാലും വളരെ നല്ല രീതിയിൽ വളരെ പ്രതീക്ഷയോടെ നടക്കും. 16ാം വാർഡ് മെമ്പർ സൗദയാണ്. നേരത്തെ തന്നെ നമ്മുടെ കുടുംബസംഗമത്തിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച ഒരു വ്യക്തി കൂടിയാണ്. എങ്ങനെയാണ് ഇലക്ഷനെ നോക്കിക്കാണുന്നത്? ഈ 55 വർഷക്കാലം നാദാപുരം മണ്ഡലം പിന്നെ LDFിൻ്റെ കീഴിൽ നിന്നും ഇനിയെങ്കിലും തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തോട് കൂടിയിട്ട് ജനങ്ങൾ വളരെ പങ്കാളിത്തമാണ് ഉണ്ടാകുന്നത്. എല്ലാ കുടുംബസംഘവും നല്ല രീതിയിലാണ് വാണിമേൽ പഞ്ചായത്ത് വിജയിച്ചത്. അതുപോലെ തന്നെ അഭിജിത്തിന് നല്ല ഭൂരിപക്ഷത്തോടു കൂടെ വിജയിക്കുന്നുള്ള പ്രതീക്ഷയോടെയാണ് ഉള്ളത്. തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പഞ്ചായത്ത് തലത്തിൽ നിരവധി അവലോകനങ്ങൾ, എത്രത്തോളം ഭൂരിപക്ഷം ഓരോ പഞ്ചായത്ത് തലത്തിലും ഉണ്ടാകുമെന്നതിനെക്കുറിച്ച് പ്രാദേശിക നേതൃത്വങ്ങൾക്കും നേതാക്കന്മാർക്കും ഒരു ധാരണയുണ്ടാകും. വാണിമേൽ പഞ്ചായത്തിലെ ഒരു ഭൂരിപക്ഷത്തെക്കുറിച്ചും അവിടുത്തെ ഒരുക്കങ്ങളെക്കുറിച്ചും തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളെക്കുറിച്ചും നമ്മളെടുത്ത് സംസാരിക്കുകയാണ് NK മൂസ മാസ്റ്റർ. വാണിമേൽ ഗ്രാമപഞ്ചായത്തിൽ UDF വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. എല്ലാ ബൂത്തുകളിലും വളരെ ശാസ്ത്രീയമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുകയും പ്രവർത്തകന്മാരെ ബോധ്യപ്പെടുത്തുകയും അതുപോലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിയമാവലികൾ കൃത്യമായി ബോധ്യപ്പെടുത്തുകയും വോട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഇവിടെ ജയിക്കും എന്നുള്ളത് അഭിജിത്ത് ഇവിടെ ജയിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. വാണിമേൽ പഞ്ചായത്തിൽ ഒരു 3000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അഭിജിത്തിനുണ്ടാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ചിലപ്പോൾ അത് മറികടന്ന് മുന്നോട്ട് പോകും എന്നുള്ള പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട്. പരസ്യപ്രചാരണത്തിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് കുടുംബസംഗമവും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു ഒരു കുടുംബസംഗമത്തിൽ പങ്കെടുത്ത ഒരു എക്സ്പീരിയൻസ്? ഇതുവരെ നടന്ന എല്ലാ കുടുംബസംഗമത്തിലും പങ്കെടുത്തന്നെ സൂപ്പറായിരിക്കും. എല്ലാ കമൻറ്റുകളും നല്ല അഭിപ്രായം. നേതാക്കന്മാരുടെയൊക്കെ ഒരു പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? ഒരു ഷാഫി പറമ്പിലിനെ പോലെ തന്നെ ഒരു വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ജയിക്കുമെന്ന പ്രതീക്ഷയാണോ? വിജയിക്കും തന്നെ പ്രതീക്ഷ തന്നെ എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ഇനി എല്ലാവരോടും പോയി പറയാം അല്ലേ, അഭിജിത്തിന് തന്നെ വോട്ട് ചെയ്യണമെന്നൊക്കെ? ഓ പറയാണ്ടോ. ശരി, താങ്ക് യു. എങ്ങനെയുണ്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥി? അഭിയേട്ടൻ സൂപ്പറാ, അഭിയേട്ടൻ ജയിക്കും. ആണോ? അഭിയേട്ടന്റെ ചിഹ്നം ഏതാ? കൈപ്പത്തി അല്ലേ? അപ്പൊ ഉഷാറാണല്ലേ? തിരഞ്ഞെടുപ്പിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിച്ചു നിൽക്കെ ഓരോ വീടുകളിലും നേതാക്കന്മാർ എത്തിച്ചേർന്ന് വീട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അവരുടെ ചിഹ്നവും എങ്ങനെയാണ് വോട്ട് രേഖപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ച് ഓരോ വോട്ടർമാർക്കും ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കുകയാണ്. കോടിയൂറിയിലെ കുടുംബസംഗമത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പരസ്യപ്രചാരണത്തിന് നമ്മൾ സമാപനം കുറിക്കുകയാണ്. ഇനി മൗനപ്രചാരണം. ഏതാനും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ വോട്ടെടുപ്പ്. അന്തിമ വോട്ടെടുപ്പിൽ നമുക്ക് കണ്ടറിയാം ആരാകും വിജയിക്കുന്നത് എന്ന്. ക്യാമറാമാൻ അശ്വന്തിനോടൊപ്പം മിത്ര മോഹൻ, മീഡിയ വിഷൻ.